ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാവതേ നമ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകിയോകിനം. ആത്മീകേർഗിരിസംഭൂത രാമംഭോ നിധിസംഗത ശ്രീമദ് രാമായണീ ഗംഗാപുനാതു ഭുവനത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 160 ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വാൽമീകി രാമായണത്തിലെ യുദ്ധകാണ്ഡത്തിലെ 46 സർഗങ്ങൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. 46ാമത്തെ സർഗത്തിൽ രാവണപുത്രനായ ഇന്ദ്രജിത്ത് തൻ്റെ അസ്ത്ര വൈഭവം കൊണ്ട്, നാഗാസ്ത്ര പ്രയോഗം കൊണ്ട് വാനരന്മാരെ മുഴുവൻ വീഴ്ത്തി സാക്ഷാൽ രാമലക്ഷ്മണന്മാരെ വീഴ്ത്തിക്കളഞ്ഞു. അവരേറെക്കുറെ കൊല്ലപ്പെട്ടു വന്ന നിലയിലാണ് രാക്ഷസന്മാർ മനസ്സിലാക്കിയത്. പക്ഷെ അത് മരിച്ചു കഴിഞ്ഞിരുന്നില്ല. അതായത് ആ ഒരു നിലയിൽ വാനരന്മാർ പുതിയ ഹതാശരായി. അവരൊക്കെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവരായി തീർന്നു. ആ സമയത്താണ് വിഭീഷണൻ രാമലക്ഷ്മണന്മാർ മരിച്ചിട്ടില്ല എന്നും കാര്യമായ അപകടങ്ങളൊന്നും പറ്റിയിട്ടില്ല എന്നും താൽക്കാലികമായ ആലസ്യം മാത്രമാണെന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു വാനരന്മാരെ. ചിലരൊക്കെ ബോധത്തോടു കൂടി ഉണ്ടായിരുന്നു. അവരോടാണ് പറയുന്നത്, ഭൂരിപക്ഷം വാനരന്മാരും ബോധരഹിതരായി മരിച്ചതുപോലെ കിടക്കുകയായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇന്ദ്രജിത്ത് താൻ ജയിച്ചു എന്ന മട്ടിൽ ഭേരി മുഴക്കി ലങ്കയിലേക്ക് പോവുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ മുമ്പ് പറഞ്ഞു. ഇങ്ങനെ തൻ്റെ മകൻ വാനരന്മാരെ മുഴുവൻ രാമലക്ഷ്മണന്മാരടക്കം വീഴ്ത്തിക്കളഞ്ഞു കണ്ടപ്പോൾ രാവണന് വലിയ സന്തോഷമായി. അദ്ദേഹം ഈ ഒരു അവസരം ഉപയോഗിച്ചിട്ട് സീതയെ പരിഭ്രമിപ്പിക്കാതെ വിചാരിച്ചിട്ട് രാക്ഷസ സ്ത്രീകളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ആ സീതയെ നിങ്ങൾ പുഷ്പക വിമാനത്തിൽ കയറ്റിയിട്ട് യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുപോകൂ. ആ വിമാനത്തിൽ കയറ്റിയിട്ട് എന്നിട്ട് അവിടെ മരിച്ചു കിടക്കുന്ന രാമലക്ഷ്മണന്മാരെ കാണിക്കൂ. അവർ ജീവൻ വെടിഞ്ഞു കണ്ട് പിന്നെ സീത വേറൊന്നും പ്രതീക്ഷയില്ലാതെ എന്നെ തന്നെ പ്രാപിക്കുന്നതാണ് അപ്പോഴും ഈ കാമാർത്ഥനായ രാവണൻ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ രാമലക്ഷ്മണന്മാർ മരിച്ചിട്ടന്നില്ല, അത് വേറൊരു വിഷയമാണ്. പക്ഷെ അദ്ദേഹം വിചാരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യൂ, ആ രാമനെ ലക്ഷ്മണനെയും സീതയ്ക്ക് കാണിച്ചു കൊടുക്കൂ എന്ന് പറയാൻ. നമുക്ക് വള്ളത്തോളിൻ്റെ തർജ്ജമ കേൾക്കാം. ഇന്ന് പോരിൽ മതിപ്പെട്ട ലക്ഷ്മണൻ ചേർന്ന രാമനെ കണ്ടു ഭഗ്നാശയായി മറ്റൊരാശ്രയം കണ്ടിടയാൽ താൻ ചേരും വിശാലാക്ഷി നമ്മോട് നിരപേക്ഷമേ. അപ്പോൾ രാമനും ലക്ഷ്മണനും വീണ് കിടക്കുന്നുണ്ട്. ആ സുന്ദരിയായ സീത എന്നോട് ചേരാതിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ വിമാനത്തിൽ കയറ്റിയിടാൻ കൊണ്ടുവരുമെന്നാണ്. നേരത്തെ പറഞ്ഞിട്ട് ലങ്കാപുരം, ലങ്കാനഗരി അടക്കമുള്ള സ്ഥലം വലിയ സ്ഥലമാണ്. അതുകൊണ്ട് ആ വിമാനത്തിൽ കൊണ്ടുവരുന്നത്. ഈ സീത ലങ്കയ്ക്ക് കോട്ടയ്ക്കുള്ളിൽ അശോകവനിക്ക് കഴിയാണ്. അവിടെ നിന്ന് അവളെ വിമാനത്തിൽ കയറ്റിയിട്ട് അവിടെ കൊണ്ടുവരാൻ പറയാണ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏറാനെന്ന ആശര സ്ത്രീകളിൽ ഒന്നാൻ ചെന്നാർ പുഷ്പക സന്നിധവും. ആ പുഷ്പവിമാനത്തിനെടുത്തിരുന്നു. പുഷ്പവിമാനം യജമാന്മാരുടെ ഇംഗിതത്തനുസരിച്ച് പെരുമാറും. പ്രത്യേകിച്ച് നിർദ്ദേശം കൊടുക്കണ്ട. അവർ സീതയെ അതിൽ കയറ്റിയിട്ട് പിടിച്ചാൽ ഭർത്തശോകാർത്ഥയായ വിദേഹപുത്രിയായ സീതയെ പിടിച്ചിട്ട് അഭിമാനത്തിൽ കയറ്റിയിട്ട് അവർ രാമലക്ഷ്മണന്മാർ കിടക്കുന്ന സ്ഥലത്തേക്ക് പോവാൻ. അവർ ജീവൻ വെടിഞ്ഞു എന്നുള്ള വിചാരത്തോട് കൂടിയിട്ട് സീതയ്ക്ക് പരിഭ്രമം ഉണ്ടാക്കാമെന്നും അതോടുകൂടി സീത തനിക്ക് വഴങ്ങുമെന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ ആ രാവണന്റെ വിചാരം. സീതയെ ജഡോപേതം പുഷ്പകയെ ഏറ്റിവെച്ചുടൻ രാമലക്ഷ്മണനെ കാട്ടാൻ തിരിച്ചാർ ആശരത്തികൾ. രാക്ഷസ സ്ത്രീകൾ ആ സീതയെ അഭിമാനത്തിൽ കയറ്റിയിട്ടോ കൊണ്ടുപോയി. അവരവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? അവൾ കാണുകയും ചെയ്തു. കണ്ടാൾ അവന് ഈ രാമലക്ഷ്മണ വാർഷത്തിൽ ദീനരാർക്ക് ഈശ്വരമ്മയും കാണായി സീതയ്ക്കിരുവരും വീരരം രാമലക്ഷ്മണർ അമ്പറ്റ നോവാൽ ഉദ്ബോധം കെട്ടു വിൽപ്പടി വിട്ടുപോയി. വില്ലിൻ്റെ മേലുള്ള പിടിയൊക്കെ വിട്ട് അവർ വില്ലും ഉറക്കം പിടിച്ചിരിക്കുകയാണ്. അതൊക്കെ ആ കൈപിടിയിൽ നിന്ന് വിട്ടുപോയിട്ട്
ബോധരഹിതരായി കിടക്കുന്ന ആ സീത കണ്ടു. അവർ ജീവൻ പിടിച്ചെന്ന് സ്വാഭാവികമായിട്ടും വിചാരിച്ച് പരിഭ്രമിച്ചു. പള്ളി കൊള്ളുകയാണങ്ങ ഭ്രാതൃവീര വരർഷഭർ രണ്ടഗ്നിരകുമാരന്മാർ പോലെ നാളീകലോചനൻ. രണ്ട് അഗ്നിജന്മാരെ പോലെ, അഗ്നിയിൽ നിന്നുണ്ടായവരെ പോലെ അങ്ങനെ അവരെ കണ്ടു. അവർക്ക് പറ്റി വധമെന്ന് നന്ദി സന്താപം ഉൾക്കൊണ്ടവളെ മോദി. തൻ്റെ ഭർത്ത് സഹോദരനായ ലക്ഷ്മണുത കൊല്ലപ്പെട്ടിരിക്കുന്നു. സീത അപ്പാടെ പരിഭ്രമിച്ചു. പിന്നെ സീതയുടെ സുദീർഘമായ വിലാപമാണ് 48-ാം സർഗത്തിലുള്ളത്. അവൾ എന്ത് ചെയ്തു? അല്ല മൂത്തു വല്ലാതെ വിലപിച്ച് മൈഥിലി. അവളിങ്ങനെ കരയാൻ. പഴയ സമ്പ്രദായത്തിനനുസരിച്ചുള്ളത് ഇത്രയൊക്കെ ഭർത്താവും അനുജനൊക്കെ മരിച്ചു കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ വിശദമായിട്ട് പറയാൻ സാധിക്കുമോ? ബോധരഹിതയായ വീഴല്ലേ ചെയ്യാന്നൊക്കെ തോന്നാൻ നമുക്ക്. പക്ഷെ കാവ്യങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അതൊക്കെയാണ് പറഞ്ഞത്. ലക്ഷണജ്ഞാന അവൈധവ്യം പുത്രസമ്പത്ത് മോദിമേ. സീതാകാര്യം പറയുന്നത് എൻ്റെ ജാതക ലക്ഷണവും എൻ്റെ സ്ഥിതിഗതികളൊക്കെ നോക്കിയിട്ട് പണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് ദൈവജ്ഞനായ ബ്രാഹ്മണൻ പറഞ്ഞത് ഇവൾക്ക് വൈധവ്യം ഉണ്ടാവില്ല എന്നാണ്. അതാണ് അവൈധവ്യം എന്നുള്ളതോട് തർജ്ജമയത്. ഇവൾക്ക് വൈധവ്യം ഉണ്ടാവില്ല, പുത്രസമ്പത്തൊക്കെ ഉണ്ടാവും, വളരെ കാലം ദീർഘമായി ഭർത്താവിൻ്റെ കൂടെ കഴിയും, നെടുമംഗല്യം എന്ന് പറയും. വളരെ നെടുമംഗല്യം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. അതൊക്കെ ഇതാ ഇപ്പോൾ വെറുതെ ഇത്രയൊന്നല്ലോ, അങ്ങ് വധിക്കപ്പെട്ടു. അതോടുകൂടിയിട്ട് ഈ പ്രവചിച്ചവരായ ആളുകൾക്ക് വെറും നുണയന്മാരാണെന്ന് വന്നു എന്ന രീതിയിലാണ് കുറേ വാക്യങ്ങൾ. ചാരയെ നല്ലവഴാനെന്നും ചൊന്നല്ലോ ജ്യോത്സ്യരന്തണർ. ബ്രാഹ്മണരായ ആ ജ്യോത്സ്യന്മാർ എനിക്ക് നല്ല കാലം വരുന്നു, ഇതൊക്കെ വെറുതെ തീർന്നു. ആ ചൊല്ലി വീരഭൂപാല പത്നി ഞാൻ ധന്യെന്നുമേ, ഞാൻ ധന്യയാണ്, ഞാൻ വീരനായ രാജാവിൻ്റെ ഭാര്യയായിട്ട് വളരെക്കാലം കഴിയും എന്നൊക്കെ ആണ് അവർ പ്രവചിച്ചത്. രാജ്യാഭിഷേകം ഏൽക്കുമ്പോൾ ഭർത്തൃഭൂപരോടൊപ്പമേ, ഭർത്താവിനോടൊപ്പം ഞാൻ പട്ടമനുഷ്യായിട്ട് വാഴും എന്നൊക്കെ പണ്ട് പറഞ്ഞ അത് മുഴുവൻ വെറുതെ ആയല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പറയുകയാണ് അവിടെ. എൻ വർണ്ണമോ മണിക്കൊപ്പൻ രോമങ്ങളമയുള്ളവ. മറ്റേ പറയുന്നത് ഈ സാമുദ്രിക ലക്ഷണം അനുസരിച്ച് നല്ല സ്ത്രീകൾക്കും നല്ല പുരുഷന്മാർക്കും ഇന്ന ലക്ഷണങ്ങൾ അവയവങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ നേരത്തെ ഞാനൊരിക്കലും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സീത സ്വയം പറയാൻ. എനിക്ക് എൻ്റെ ശാരീരിക ലക്ഷണങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം ഒരു ആപത്ത് അനുഭവിക്കേണ്ടവളല്ല ഞാൻ. എനിക്ക് വൈധവ്യം വന്നുകൂടാത്തതാണ് എന്ന് പറഞ്ഞിട്ട് ആ അംഗങ്ങളൊക്കെ വർണ്ണിക്കാൻ. ഇതൊക്കെ നമുക്ക് വളരെ വിചിത്രമായിട്ടാണ് തോന്നുന്നത്. കാരണം ഭർത്താവ് മരിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന സ്ത്രീ ഇങ്ങനെയൊക്കെ സ്വന്തം അവയവങ്ങളെക്കുറിച്ചൊക്കെ പറയുമോ എന്നൊക്കെ തോന്നാം. പക്ഷെ പഴയ കാലങ്ങളിലൊക്കെ ഈ ഒരു സമ്പ്രദായത്തിലാണ് വർണ്ണന. എന്തൊക്കെയാണ് അവൾ പറയുന്നത്? നേർത്തിരുണ്ടൊപ്പവൻ കൂന്തൽ ഓടിച്ചേർന്നല്ല ഇല്ലികൾ. എൻ്റെ പുരികങ്ങൾ കൂട്ടുപുരികങ്ങളല്ല, കൂട്ടുപുരികങ്ങൾ നല്ലതല്ല എന്നാണ് പഴയ വിചാരം. അതുകൊണ്ട് പറയാൻ രോമമില്ല അതൊരുണ്ടാണൻ ജംഘ പല്ലിടതുള്ളതാം. എൻ്റെ പല്ലുകളൊക്കെ നിരപ്പുള്ള പല്ലുകളാണ്. രോമമില്ലാത്ത ഉരുണ്ട അരക്കെട്ടും തുടകളൊക്കെയാണ് എനിക്കുള്ളത്. കൺ, ചെന്നി, കൈ, കാൽ, തുട എൻ ഗുൽഭവും പുഷ്ടിയുള്ളതാം. സന്ദിഗ്ധം സുവൃത്തം നഖം എൻ വിരൽ വേണ്ടും കണക്കിലാം. വിരലുകൾ ഇതിനൊക്കെ യോജിപ്പുണ്ട്. സാധാരണ ഒരു ചെറുവിരൽ ചെറുതായിരിക്കണം, പെരുവിരൽ വലുതായിരിക്കണം എന്നൊക്കെ ഒരു സങ്കല്പമുണ്ടല്ലോ. അതേപോലെ വിരലുകളൊക്കെ വേണ്ട പോലുള്ളതാണ്. കൊഴിഞ്ഞു ഉയർന്നതൻ പൊക്കിൽ മാംസളം വിരിമാറിടം. എൻ്റെ മാറിടം മാംസളമാണ്, കുഴിഞ്ഞു ഉയർന്നതാണ് പൊക്കിള്. ഇങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കിയാൽ എൻ വർണ്ണമോ മണിക്കൊപ്പൻ രോമങ്ങളുമായ ഉള്ളവ. പറ്റടിക്കാരി ഞാൻ ചൊല്ലപ്പെട്ടെന്നല്ല സല്ലക്ഷണാധ്യയായി. എല്ലാ നല്ല ലക്ഷണങ്ങളും ചേർന്നവളാണ് ഞാനെന്ന് പണ്ടേ പുകഴ്ത്തപ്പെട്ടിട്ടുണ്ട്. ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അർത്ഥം. അത് നേരത്തെ ചില രാമൻ്റെ ശരീരലക്ഷണം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. പഴയ സാമ്പത്തിക ശാസ്ത്രപ്രകാരം ഇന്ന അവയവങ്ങൾ വരുന്നിരിക്കണം, ഇന്ന ആൾ നിൽക്കണം, ഇന്ന അവയവങ്ങൾ സമനിരപ്പിലായിരിക്കണം എന്നൊക്കെ സങ്കല്പമുണ്ട്. അതൊക്കെ ആലോചിച്ച് നോക്കിയാൽ ആ ലക്ഷണങ്ങളൊക്കെ തികഞ്ഞവളാണ് ഞാനെന്ന് സ്വയം പറയാണ്. എനിക്ക് ഭർത്താവിനോടൊന്നിച്ചൊരു രാജ്യാഭിഷേചനം ചൊന്നല്ലോ ജ്യോത്സ്യരാം വിപ്ര. അതൊട്ടുക്കു പിഴച്ചുപോയി. ഞാൻ രാജാവിനോട് കൂടിയിട്ട് പട്ടവിഷയമായി വാഴുന്നൊക്കെ പറഞ്ഞതാണ്. ഇതൊക്കെ വെറുതെ ആയി തീർന്നല്ലോ. കാലത്തിനൊക്കെ നിസ്സാരം ദൈവവും ദുർജയന്തുലും. ആലോചിച്ച് നോക്കിയാൽ കാലം അപ്രതിഹതമാണ്, അതിന് തടുത്തു നിർത്താൻ കഴിയില്ല. ഈ വേദജ്ഞനായ ബ്രാഹ്മണനുള്ള വാക്കുകൊള്ളില്ല, ഇപ്പോൾ വ്യർത്ഥമായി. കാരണം ഞാൻ വിധവയായി നമ്മൾ സ്വയം വിചാരിക്കാൻ.
എന്ന് പറയാണ്, മാലില്ലമേ രാമനിലും ബലവൻ ലക്ഷ്മണെങ്കിലും എങ്കിൽ മാതാവിലും സാധു ശുശ്രൂവിങ്കലും വിധം. ആ സീതയുടെ ആ മനോഭാവത്തിൻ്റെ വിശാലത കാണിക്കുന്നതാണ്. അവൾ എന്തിനാ ഇപ്പോൾ പറയുന്നത്, എനിക്ക് രാമനെ പറ്റി ദുഃഖമില്ല, ലക്ഷ്മണനെ പറ്റി ദുഃഖമില്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ദുഃഖം തോന്നുന്നത് ആ ഭർത്തൃമാതാവായ ആ കൗസല്യയെക്കുറിച്ചാണ്. ആ അമ്മ എത്ര ദുഃഖി ഉണ്ടാവാം. തൻ്റെ മകൻ വനയാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നു പ്രതീക്ഷിച്ചിട്ട് ഓരോ ദിവസവും എണ്ണിക്കഴിയാണ് ആ സാക്ഷി. ആ ഭർത്തൃമാതാവ് ഇദ്ദേഹം കൊല്ലപ്പെട്ടു, ഞാൻ എന്ത് വിചാരിക്കുമെന്ന്. സീതയുടെ ആ വിശാലബോധം, വിശാലമായ ആ മനോഭാവമാണ് ഇവിടെ വ്യക്തമാവുന്നത്. സാധാരണ ഇന്നത്തെ എനിക്ക് പലരും വിചാരിക്കുന്നത് ഭർത്തൃമാതാവ് എന്ന് പറഞ്ഞാൽ വധുക്കൾക്ക് കലഹിക്കാനുള്ള ഒരാളാണ്. പക്ഷെ ഇവിടെ ഈ ക്ലേശമൊക്കെ അനുഭവിക്കുന്ന സീത ഈ രാമൻ മരിച്ചുപോയി എന്ന് വിചാരിക്കുന്ന സമയത്ത് പോലും എൻ്റെ ഭർത്താവിൻ്റെ അമ്മയായ സാധ്യയായ ആ കൗസല്യയെക്കുറിച്ച് വിചാരിക്കാൻ, മാലില്ലമേ രാമനിലും ബലവൻ ലക്ഷ്മണെങ്കിലും എങ്കിൽ മാതാവിലും സാധു ശ്വശ്രുവിങ്കലും വിധം. ശ്വശ്രു ഭർത്താവിൻ്റെ അമ്മയാണ്. ഭർത്താവിൻ്റെ അമ്മയായ കൗസല്യ എത്ര ദുഃഖി ഉണ്ടാവണം. അവൾക്കിതേ ചിന്ത സദാ സീതാലക്ഷ്മണ രാഘവർ സമാർത്ഥവതരായി വന്നു ചേർന്നതെന്നൊന്ന് കാണുന്നു ഞാൻ. ആ കൗസല്യ എന്താ വിചാരിക്കുന്നത്, എപ്പോഴും രാമലക്ഷ്മണന്മാരും സീത എപ്പോഴാണ് വനവാസം കഴിഞ്ഞ് തിരിച്ചു വരിക എപ്പോഴും പ്രതീക്ഷയോടെ ഇരിക്കുന്നവളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ദീർഘമായി വിലപിച്ചു. എല്ലാ ശ്ലോകങ്ങളും നമ്മൾ ഉദ്ധരിക്കുന്നില്ല. ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കെ സജട എന്ന് പറയുന്ന രാക്ഷസി ആ സീതയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ ദുഃഖിക്കരുത്, വിചാരിക്കുന്നത്ര അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അവർക്ക് ഒരു ബോധക്ഷയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ത്രിജട സമാധാനിപ്പിച്ചു. വിലപിച്ചിടുവോളോടോതി ത്രിജട രാക്ഷസി, മഴകൊലാദേവി ജീവിക്കുന്നുണ്ട് നിൻ പതിയാമിവൻ, പറയാൻ ദേവി ഞാൻ തക്കാ വലുതാൻ കാരണങ്ങളും. ഞാനിങ്ങനെ പറയാൻ കാരണമുണ്ട്. ഇവർ മരിച്ചിട്ടാണ് ഞാൻ പറയാൻ കാരണം എന്താണ്, അവരുടെ മുഖം കണ്ടാൽ അറിയാന്നർത്ഥം. എന്ന് മാത്രമല്ല, വിധവകളായിരിക്കുന്ന അമംഗളകരായ സ്ത്രീകളാണെങ്കിൽ ഈ പുഷ്പവിമാനം അവരെ വഹിക്കില്ല എന്നാണ്. അപ്പോൾ സീതയെ പുഷ്പവിമാനത്തിലാണല്ലോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഈ സീതയ്ക്ക് വൈധവ്യം പറ്റി പോയിരുന്നെങ്കിൽ ആ പുഷ്പവിമാനം അവളെ വഹിക്കില്ല എന്നാണ്. പുഷ്പകാഹ്വയമാം ദിവ്യമീ വിമാനം വിദേഹജേ വഹിക്കാതിന്നെ ഈ വണ്ണാമിവൻ തീപ്പെട്ടിരിങ്കുകിൽ. ഈ രാമലക്ഷ്മണന്മാർ മരിച്ചു, സീത വിധവയാണെന്നുണ്ടെങ്കിൽ ഈ പുഷ്പവിമാനം അവളെ ഏറ്റിക്കൊണ്ടുവരില്ല എന്നാണ്. അതുകൊണ്ട് പരിഭ്രമിക്കരുത്. ഭോഷ്ക്ക് മുന്നം പറഞ്ഞിട്ടില്ലെന്നും ചൊല്ലുകയുമില്ല. ഞാൻ സ്വതേ ഭോഷ്ക്ക് വെള്ളമൊന്നും പറയുന്നവളല്ല, പണ്ട് പറഞ്ഞിട്ടില്ല. ഇവരുടെ മുഖം കണ്ടാൽ അറിയാം, മരണാസനിലായിരിക്കുന്ന മരിച്ചവരുടെ മുഖം അല്ല അവരുടെ മുഖം. ഈ മഹാലക്ഷണവും നോക്കുക മൈഥിലി, എടുന്നില്ല ലക്ഷ്മി രണ്ടുപേരെയും, മുഖത്ത് നോക്കിയാലുണ്ടാം വലുതാമൊരു വൈകൃതം. മരിച്ചവരാണെന്ത് ചെയ്യും, മുഖത്തിന് വലിയ വൈരൂപ്യം ഉണ്ടായിത്തീരും. ആർക്കും അറിയാതെ ഇവർക്ക് അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. ഇവർ തൽക്കാലം ബോധക്ഷയം വന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് രാമലക്ഷ്മണ ജീവിക്കാതിരിപ്പാനില്ല സംഗതി. അപ്പോൾ ജീവിച്ചിരിക്കാനാണുള്ളത് അർത്ഥം. അവരെപ്പോഴും ത്യജിക്കമാലും അറിവും മങ്ങലും ജനകാത്മജയെ രാമലക്ഷ്മണ ജീവിക്കാതിരിക്കാനില്ല. ജീവിക്കാതിരിക്കുക വെച്ചാൽ മരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് നീ പരിഭ്രമിക്കരുതെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ആ സീതയ്ക്ക് സന്തോഷമായി. ഈ വണ്ണം തന്നെ ആകെ നാൾ തൊഴുകയുമുണ്ട് വൈത്തിരി. ആ തിരുതലെ തൊഴുതുകൊണ്ട് പറഞ്ഞു, നിന്റെ വാക്ക് പോലെയായി തീരട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം പുഷ്പവിമാനത്തെ മടക്കി അയക്കുകയും ചെയ്തു. സീത പഴയ പോലെ അശോകവനികയിൽ തന്നെ കൊണ്ടാക്കി രാക്ഷസസ്ത്രീകൾ സീതയെ കൊണ്ടുവരിഞ്ഞ്. കുറച്ച് കഴിഞ്ഞിട്ട് രാവണൻ വന്ന് സമീപിച്ച് സീതയെ വശപ്പെടുത്താമെന്ന് വിചാരിക്കുകയാണ്. ഇങ്ങനെ അവ ചെയ്തു എന്നാണ്. ഈ സമയത്ത് വാനന്മാർക്ക് വലിയ വിഷമത്തിലായിരുന്നു. രാമലക്ഷ്മണന്മാർ ഭൂമിയിൽ ഇങ്ങനെ പരിതാപമായി കിടക്കുകയാണ്. അതുകൊണ്ട് അവരെന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിനിടയ്ക്കുണർന്നാന വീരവാനായ രാഘവൻ ബാണബന്ധനം ഏറ്റാലും നെഞ്ചുറപ്പാർക്കരുന്തിനാൽ. അല്ല, ഈ നാഗാസ്ത്രബന്ധനം കൊണ്ട് തൽക്കാലത്തേക്ക് വീണുപോകാനാണെങ്കിലും ഇടയ്ക്ക് ആ രാമൻ കണ്ണു തുറന്നു. അപ്പോൾ തൻ്റെ സഹോദരനായ ലക്ഷ്മണൻ, അനുജനായ ലക്ഷ്മണൻ ബോധരഹിതനായി കിടക്കുന്ന കണ്ടിട്ട് അദ്ദേഹം വിലപിച്ചു എന്ന് പറയാൻ. ലക്ഷ്മണൻ്റെ കഥ കഴിഞ്ഞു എന്ന് രാമൻ തൽക്കാലത്തേക്ക് പരിഭ്രമിക്കുകയാണ്.
ഉടൻ അമ്പേറ്റ ആലസ്യം വാടിയും ചോര തൂകിയും വലഞ്ഞ തമ്പിയെ കണ്ടു വിലപിച്ചാൻ ഗൃഹസ്ഥനായി. തൻ്റെ സഹോദരനായ ലക്ഷ്മണനെ കണ്ടിട്ട് അദ്ദേഹം ദീർഘദീർഘമായി വിലപിക്കുകയാണ്. ആ സഹോദര സ്നേഹം മുഴുവൻ അവിടെ ഉണ്ട്. അവിടെ പറയുന്നത്, അദ്ദേഹം കാര്യമായിട്ട് പറഞ്ഞത്, ഇതുപോലത്തെ സഹോദര ലോകത്ത് എവിടെ കിട്ടാനാണ്? സീതയെപ്പോലുള്ളൊരു ഭാര്യയെ, ഒരു സ്ത്രീയെ ഭാര്യയായിട്ട് വീണ്ടും വേർതിക്കുന്നത് കിട്ടിയെന്ന് വരാം. സഹോദരനെ വേറെ ലോകത്ത് എവിടെയും കിട്ടില്ല. അത് നല്ലൊരു ആശയമാണ് വാസ്തവത്തിൽ. സഹോദരൻ എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തൻ്റെ കൂടെയുള്ള ആളാണ്, ഒരേ അമ്മയിൽ നിന്നുണ്ടായതാണ്. അങ്ങനത്തെ ആൾ വേറെ കിട്ടാൻ പ്രയാസമാണ്. ഭാര്യയെ വേറെ, പുരുഷന്മാർക്ക് ഭാര്യയായിട്ട് സ്ത്രീകളെ ഒന്നല്ലേ വേറൊരാളെ സാധിക്കും. സഹോദരൻ അങ്ങനെ കിട്ടുന്ന ഒരാളല്ല. ലോകത്ത് എവിടെയും സാഹോദര്യത്തിന് തുല്യമായിട്ടൊന്നുമില്ല എന്ന് സാഹോദര്യത്തെ വാഴ്ത്തുകയാണ് രാമൻ ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, കിട്ടാ പോരിൽ തുളപ്പോനാൻ ലക്ഷ്മണനൊത്ത തമ്പിയെ ത്യജിക്കുവൻ പ്രാണനെ ഞാൻ കേശവൻ മുമ്പിൽ അഞ്ചുവാൻ. ഈ ലക്ഷ്മണൻ ജീവനോട് തിരിച്ചു വരില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ കളയും എന്നൊക്കെയാണ് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ അദ്ദേഹം പറഞ്ഞു വിഷമിച്ചുകൊണ്ടിരിക്കെ വീണ്ടും ഇങ്ങനെ പറഞ്ഞു, ആ നാട്ടിൽ ഞാൻ ശത്രുഘ്നോട് എന്ത് പറയും? അഥവാ അയോധ്യയിലേക്ക് തിരിച്ചു പോയാൽ തന്നെ ആ ലക്ഷ്മണൻ്റെ നേരെ സഹോദരനാണ് ശത്രുഘ്നൻ, അയാളോട് എന്ത് പറയും? ഈ 4 പേര്, ഞങ്ങൾ 3 പേരും കൂടി ഈ കാട്ടിലേക്ക് വന്നിട്ട് അഥവാ രാവണവധം കഴിഞ്ഞ് സീതയെ കൊണ്ട് ഞാൻ തിരിച്ചു പോയാൽ തന്നെ ആ ലക്ഷ്മണനില്ല, ഞാനങ്ങനെ പോകും എന്നൊക്കെ ദീർഘമായിട്ട് കരയാൻ. മരിക്കയാലിന്നാളെല്ലാം എന്നോട് മിണ്ടുവാൻ അത് പറഞ്ഞു. അല്ലയോ സഹോദരൻ, നീ എന്താണ് മിണ്ടാത്തതെന്നൊക്കെ ആ രീതിയിൽ കരയാണ്. ഇന്നീ നിലയിലായല്ലോ നീരമാം എന്നനീതിയാൽ. ഈ സഹോദരൻ ഈ വിഷമമൊക്കെ ഉണ്ടായത് എൻ്റെ അനീതി കൊണ്ടാണെന്ന്. എൻ്റെ കൂടെ വന്നിട്ടാണല്ലോ ഈ ലക്ഷ്മണന് ഈ ദുർഗതി ഉണ്ടായത്. യഥാർത്ഥത്തിൽ കാട്ടിലേക്ക് വരാൻ ഒരു ബാധ്യത ഉണ്ടായിരുന്ന ആളല്ല ലക്ഷ്മണൻ. ഇതുപോലെ എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രം എൻ്റെ കൂടെ വന്നു. അനിഷ്ടമോ പരുഷമോ വല്ലപ്പോഴും ഒരക്ഷതായി. യഥാർത്ഥത്തിൽ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ത്യാഗം ചെയ്തിട്ടും ഞാൻ ചിലപ്പോൾ അയാളെ ശകാരിച്ചു. എന്നാൽ പോലും ഒരു കാലത്തും ആ ലക്ഷ്മണൻ അനിഷ്ടമായ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അങ്ങനത്തെ ആളാണ് കിടക്കുന്നത്. മഞ്ഞിൽ കൈപ്പോ ഹതനായി മേത്തരം മെത്താണ്ടവൻ. രാജകീയമായ സുഖഭോഗങ്ങളോട് കൂടിയിട്ട് കൊട്ടാരത്തിൽ കഴിയേണ്ട ആളാണ് ഇപ്പോൾ ഇങ്ങനെ കളിക്കുന്നത് എന്നിങ്ങനെ വീണ്ടും പറഞ്ഞ് കരഞ്ഞു. കടന്നോള സുഗ്രീവ സനീലനവനായി കടൽ ചെയ്തു ഹനുമാൻ യുധി മറ്റാർക്കും വയ്യാത്തതാം തൊഴിൽ. പിന്നെ വേറെ ചില കാര്യങ്ങളെക്കുറിച്ച് പറയാൻ സുഗ്രീവനോട് പറഞ്ഞു, അല്ലേ സുഗ്രീവ, നീ ഈ വാനന്മാരോടുകൂടി കിഷ്കിന്ധയിലേക്ക് പോയിക്കൊള്ളൂ. ഈ ലക്ഷ്മണനില്ലാതെ എനിക്ക് രാജ്യം വേണമെന്നില്ല. രാവണനെ ജയിച്ചാൽ തന്നെ ഞാൻ അയോധ്യയിലേക്ക് മടങ്ങില്ല എന്ന മട്ടിലാണ് രാമൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ മടങ്ങിപ്പോയിക്കൊള്ളൂ. ഈ സഹോദരനില്ലാതെ ഞാൻ അങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കെൻ്റെ വാക്ക് പാലിക്കാൻ സാധിച്ചില്ലല്ലോ. ഞാൻ ആ വിഭീഷണനെ ലങ്കാധിപതിയായി അഭിഷേകം ചെയ്യാതെ പറഞ്ഞിരുന്നു, അത് സാധിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ദുഃഖിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ സമയത്ത് ആ ഗതേന്ത്യവനായ വിഭീഷണൻ അവിടത്തേക്ക് വന്നു. വലിയ യുദ്ധക്കളാണ്. അപ്പോൾ ഈ രാമലക്ഷ്മണന്മാർ കിടക്കുന്നിടത്തേക്ക് ആ വിഭീഷണൻ വന്നു. ഉടൻ പടയെ ഉച്ചോടു ഉറപ്പിച്ചു വിഭീഷണൻ വെമ്പിത്തിരിച്ചു രാമൻ്റെ ജാലത്തേക്കു ഗദാധരൻ. ഗദ ധരിച്ചവൻ അർത്ഥം. ഇങ്ങനെ ഈ രാമലക്ഷ്മണന്മാർ വീണെടുക്കാനും സുഗ്രീവ മുതലായവർ പോലും തൽക്കാലത്തേക്ക് ആശ നഷ്ടപ്പെട്ടവരായിരിക്കുന്നത് കണ്ടിട്ട് അവരൊക്കെ സമാധാനിപ്പിച്ചുകൊണ്ട് വിഭീഷണൻ പറഞ്ഞു, അങ്ങനെയൊന്നും വിചാരിക്കേണ്ടതില്ല, പരിഭ്രമിക്കരുത് എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. ആ വിഭീഷണാധീത കേശ എന്ന് മാത്രം അതിലേക്ക് ഒരു രസമുണ്ടായത്, ഈ വിഭീഷണനെ കണ്ടിട്ട് അയാൾ രാക്ഷസനാണല്ലോ, രാക്ഷസവംശത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ അയാളെ കണ്ടപ്പോൾ ഇന്ദ്രജിത്ത് തന്നെയാണ് വരുന്നതെന്ന് വിചാരിച്ചിട്ട് പാവം കുറേ വാനരന്മാർ ഭയന്ന് ഓടി എന്ന് പറയുന്നുണ്ട്. കാരണം ഇന്ദ്രജിത്താണല്ലോ ഇവരെ മുഴുവൻ വീഴ്ത്തിയത്. കുറേ ആൾക്കാർ വീണ് കിടക്കാണ്, കുറേ ആൾക്കാർ ജീവൻ തന്നെ നഷ്ടപ്പെട്ട സ്ഥിതിയിലായിരുന്നു. അപ്പോൾ വീണ്ടും ഈ ഇന്ദ്രജിത്താണ് വരുന്നതെന്ന് വിചാരിച്ചിട്ട് ആ വിഭീഷണന് ഭീതർ കീശരെന്നത് അറിഞ്ഞുടൻ. അപ്പോൾ സുഗ്രീവനാരൊക്കെ സമാധാനിപ്പിച്ചത് പറഞ്ഞു, നിങ്ങൾ പരിഭ്രമിക്കരുത്, ഇത് ഇന്ദ്രജിത്തല്ല, ഇത് നമുക്ക് ഭാഗത്തുള്ളവനായ വിഭീഷണനാണെന്ന് സമാധാനിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്തു. അതിനുശേഷം സുഗ്രീവൻ്റെ ഒക്കെ സങ്കടം കണ്ടപ്പോൾ വിഭീഷണൻ അവരുടെയൊക്കെ കണ്ണു തുളച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പരിഭ്രമിക്കരുത്, നനച്ച കൈ കൊണ്ടവതൻ കണ്ണു രണ്ടും തുടച്ചവൻ ശോകാർത്ഥചിത്തനായി കേണാൻ ആവലാദികൾ വെല്ലിനൻ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പരിഭ്രമിക്കരുത്. ആർത്തൻ വിഭീഷണൻ സ്വന്തം നിലയ്ക്കും കുറച്ചുനിന്ന് ശോകാർത്ഥനാവുന്നില്ല. അദ്ദേഹം വിചാരിച്ചു, ഞാൻ ആരുടെ
കയ്യൊക്കെ വിചാരിച്ചിട്ടാണോ രാജ്യം കിട്ടുമെന്ന് വിചാരിച്ചത്? ലങ്ക എനിക്കാവും, ജ്യേഷ്ഠൻ കൊല്ലപ്പെട്ടാലെന്നൊരു ചെറിയ മോഹം വിഭീഷണൻ്റെ ഉള്ളിലുണ്ട് എന്ന് ഈ വാക്കുകൊണ്ടറിയാം. അയാൾ പറയുന്നതാണ്, ദുഷ്ടപുത്രൻ, ദുരാത്മാവൻ, ഭ്രാതാവൻ, പുത്രനാമവൻ, എൻ്റെ സഹോദരപുത്രനായ ഇന്ദ്രജിത്ത് ഇവരൊക്കെ ഇങ്ങനെ വീഴ്ത്തിയല്ലോ. ആരെ വിചാരിച്ചിട്ടാണോ ഞാൻ ആർതൻ വീര്യം പിടിച്ചിട്ടോ നിലനിൽപ്പൂ കൊതിച്ചു ഞാൻ. ഈ രാമലക്ഷ്മണന്മാരുടെ വീര്യം കൊണ്ട് എനിക്ക് കൂടി രക്ഷ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം വിഭീഷണ സുഗ്രീവനും അങ്ങോട്ട് സമാധാനിച്ചു. അദ്ദേഹം പറഞ്ഞു, രാജ്യം ധർമ്മജ്ഞ നേടുന്ന ഈ ലങ്കയിൽ ശങ്കയില്ലതിൽ. രാജ്യം നഷ്ടപ്പെടുമല്ലോ, രാജ്യം കിട്ടാതായിപ്പോലോ വിചാരിച്ചിട്ട് അല്ലെ വിഭീഷണ ദുഃഖിക്കണ്ട. രാജ്യം ലങ്ക അങ്ങിക്കന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, തലാക്കി തരും അർത്ഥം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുകയാണ്. സാക്ഷാൽ ഗരുഡൻ പറന്നു വരികയാണ്. ഗരുഡൻ വിഷ്ണുവിൻ്റെ വാഹനമാണെന്ന് പ്രസിദ്ധമാണ്. അതുകൊണ്ട് ആ രാമലക്ഷ്മണന്മാർ നാഗാസ്ത്ര ബന്ധനത്തിലാണല്ലോ പൊട്ടുന്നത്. അപ്പോൾ നാഗങ്ങളുടെ വിഷം കൊണ്ടുള്ള അഥവാ നാഗങ്ങളുടെ അസ്ത്രങ്ങൾ നാഗങ്ങളായിട്ട് പാഞ്ഞു വരിക ചെയ്യുന്നത് മന്ത്രശക്തി കൊണ്ട്. അവരുടെ ബന്ധനത്തിൽപ്പെട്ടിട്ട് ബോധരഹിതരായി കിടക്കുകയാണ് രാമലക്ഷ്മണന്മാർ. അവരുണർത്താൻ വേണ്ടിയിട്ട് ആ ഗരുഡൻ വലിയ ചിറകടികളോടെ വന്നു എന്നാണ്. ആ ഗരുഡൻ്റെ ചിറകടിയുടെ യൂക്കുകൊണ്ട് അവിടെ ലങ്ക സമുദ്രതീരത്താണല്ലോ, സമുദ്രത്തിലെ ജലം രണ്ടായി പകുത്തക്കപ്പെട്ടു എന്നൊക്കെയാണ് പറഞ്ഞത്. അന്നേരം ഒരു കാറ്റുണ്ടായി, മിന്നൽ കൊണ്ടലിനത്തെയും മിന്നൽ കൊണ്ടലിനെന്തയും ആടി വെള്ളത്തെയും ചിന്നി ചൂഴിയേയും ഉലപ്പതായി. ചൂളിപ്പോയി മേത്തരം മെയ്യൊത്തങ്ങുമേയുന്ന പാമ്പുകൾ. അപ്പം ആ ഗരുഡൻ പറഞ്ഞു വരിക, ഗരുഡൻ്റെ സാന്നിധ്യം വന്നപ്പോഴേക്ക് തന്നെ ഈ സർപ്പങ്ങളൊക്കെ വിട്ടുപോയി എന്നാണ്. ചെറ്റിടയ്ക്കുള്ളിലോ ജസ്വി ഗരുഡൻ വിനതാസുതൻ. വിനതാപുത്രനായ അശ്വൻ്റെയും വിനതയുടെയും മകനാണ് ഗരുഡൻ. മഹാഭാരതത്തിൽ ഗരുഡൻ്റെ വീരപരാക്രമം വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. സമസ്ത ദേവന്മാരെ തോൽപ്പിച്ചുകൊണ്ട് സ്വർഗലോകത്ത് പോയിട്ട് അമൃതകലശം കത്തലാക്കിയ ആളാണ് ഗരുഡൻ. അത്ര ഗംഭീരനാണ്. സർപ്പങ്ങളുടെ പരമശത്രുവാണ്. ഒരു സർപ്പങ്ങളൊക്കെ എന്ത് ചെയ്തു, ഉടനെ തന്നെ വിട്ടുപോയി. അവൻ വന്നത് കണ്ട് ഓടിപ്പോയി അമ്പായ പാമ്പുകൾ. അമ്പിൻ്റെ രൂപത്തിൽ കിടക്കുന്ന ഈ പാമ്പുകളൊക്കെ എന്ത് ചെയ്തു, ഗരുഡൻ വന്നതോട് കൂടിയിട്ട് ഇവരെ വിട്ടൊഴിഞ്ഞു. അതോടുകൂടി അവരുടെ ബന്ധനം അഴിഞ്ഞു. തലോടി ഞാൻ കയ്യണച്ചാൽ ചന്ദ്രശ്രീമുഖങ്ങളെ അവർക്കുണങ്ങി മുറിവുകൾ. ആ സുവർണനായിരിക്കുന്ന ഗരുഡൻ കൈകളെ കൊണ്ട് രാമലക്ഷ്മണന്മാരെ തലോടുകയും ചെയ്തു. അതോടുകൂടിയിട്ട് അവരുടെ ക്ലേശങ്ങളൊക്കെ തീർന്നു. അവർ ഊർജ്ജസ്വലായി എഴുന്നേറ്റു. തേജസ്, വീര്യം, ഓജസ്, കൽപ്പം, ഉത്സാഹം, ഗുണാധികം, കാച്ച ബുദ്ധി, മിടുക്കും, ഓർമ്മ ഇരട്ടിച്ചത് അവർക്ക് എന്ന് മാത്രമല്ല, അവർക്ക് ഇല്ലാതായി എന്ന് മാത്രമല്ല, അവരുടെ തേജസ് വീണ്ടും കിട്ടി. അതൊക്കെ ഇരട്ടി ചെയ്യുന്നതാണ്. ബുദ്ധി, മിടുക്ക്, ഓർമ്മ ഇരട്ടിച്ചത് അവർക്കിവ എന്നാണ്. അവരുടെ ബുദ്ധിയും അവരുടെ തേജസ്സൊക്കെ ഇരട്ടിയായി വർദ്ധിക്കുകയും ചെയ്തു. ആ സമയത്ത് ആ രാമൻ പറഞ്ഞു, നിൻപ്രസാലാൽ ഇന്ദ്രജിത്തു പിണച്ച വിരുതാമളൽ കയറി കടന്നിതാനങ്ങൾ മുന്നെ പോലെ കരുത്തരായി. ഗരുഡനോട് പറയാൻ, അല്ലയോ ഗരുഡ, നിൻ്റെ സാന്നിധ്യം കൊണ്ടും നിൻ്റെ സഹായം കൊണ്ടും ആ ഇന്ദ്രജിത്തിൻ്റെ അസ്ത്രപ്രയോഗം കൊണ്ട് വശം കെട്ടവരായ ഞങ്ങൾക്ക് ഇപ്പം ഗുണമായി. എന്നൊരു അത്ഭുതപ്പെട്ട് ചോദിക്കുകയാണ്, ആരാണങ്ങ് അഴകേറുന്നോൻ ദിവ്യമല്യാനുലേപനൻ? ആരാണ് ഗംഭീരമായ വസ്ത്രാഭരണങ്ങളോട് കൂടിയിട്ട് വസ്ത്രങ്ങളോടുകൂടി ദിവ്യമൈക്കോപ്പയാർത്തിയവൻ, ദിവ്യങ്ങളായ ആഭരണങ്ങളോടുകൂടി നീ ആരാണ് എന്ന് ഗരുഡനോട് ചോദിച്ചു. ഇത് നമുക്ക് വളരെ അത്ഭുതം ഉണ്ടാക്കുന്നതാണ്. കാരണം ഭഗവാൻ വിഷ്ണുവിൻ്റെ വാഹനമായിരിക്കുന്ന ആളാണ് ഗരുഡൻ. അപ്പോൾ രാമൻ വിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇത് അത്ഭുതമായിട്ട് തോന്നും. അത് മനുഷ്യഭാവം കൊണ്ടിട്ട് അജ്ഞത നടിക്കാവാം. പക്ഷേ രാമൻ ചോദിക്കുന്ന ആരാണ്, നീ ആരാണ് എന്ന് ഗരുഡനോട് ചോദിച്ചു. അപ്പോൾ വാൽമീകി രാമായണത്തിലും അധിക ദിക്കിലും ഒരു മനുഷ്യഭാവത്തിലാണ് രാമനെ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് രാമൻ അത്ഭുതാധീനായി സാധാരണ മനുഷ്യരെ പോലെ നീ ആരാണ് ചോദിക്കാൻ. ആരാണങ്ങ് അഴകേറുന്നോൻ ദിവ്യമല്യാനു ഏവനൻ? അവനോടോതി തേജസ്വി വൈനതേയൻ മഹാബലൻ. അപ്പോൾ ആ ഗരുഡൻ പറഞ്ഞു, ഞാൻ നിൻ സഖാവ് കാകുസ്ത പുറം പ്രാണൻ അതിപ്രിയൻ. ഞങ്ങൾക്ക് ബഹിശ്ചല പ്രാണനായിരിക്കുന്ന സാക്ഷാ ഗരുഡനാണ്, നിനക്ക് ബന്ധുവായിരിക്കുന്ന ആളാണ്. വീരമേറും ദിദിജലോ കൽപ്പേറും ദിനപുത്രരോ, ഞാൻ നിങ്ങൾക്ക് തുണയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വന്നതാണ്. എന്നെ പരാജയപ്പെടുത്താൻ രാക്ഷസന്മാർക്കോ ദാനവന്മാർക്കോ ഭൂതഗണങ്ങൾക്കോ ഒന്നും സാധിക്കില്ല എന്നൊക്കെ പറയുകയും ചെയ്തു. ഗന്ധർവരോ സഹസ്രാക്ഷ പുരസ്സരൻ നിലിംബരോ, ദേവന്മാർക്ക് പോലും തോൽപ്പിക്കാൻ കഴിയില്ല.
പണ്ട് ദേവന്മാരെ തോൽപ്പിച്ചിട്ടാണ് അമൃതകലശം ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. ശക്തരാകാവിടുത്താനി ശരബന്ധം സുദാരുണം. വേറൊരാൾക്കും ഇന്ദ്രജിത്തിൻ്റെ ഈ അസ്ത്രബന്ധനത്തെ അഴിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ വന്നത്, അവിടെ നിങ്ങൾക്ക് ആകട്ടെ എന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്തു. ഭാഗ്യവാനാണ് ധർമ്മജ്ഞ രാമ സത്യപരാക്രമ. പോരിൽ കോടലരെ കൊല്ലും തമ്പി ലക്ഷ്മണനും തമ്മി അനുഗ്രഹിക്കുകയും ചെയ്തു. നീ ലക്ഷ്മണനോട് കൂടിയിട്ട് ശത്രുക്കളൊക്കെ വധിക്കും, നിനക്ക് ജയം ഉണ്ടാവുന്നൊക്കെ ആശംസിച്ചു. നിങ്ങൾ രണ്ടുപേരും നാഗാസ്ത്രബന്ധനത്തിൽ പെട്ടിട്ട് അവശരായി കിടക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. വൃത്താന്തം ഇത് കേട്ടിട്ടു വെമ്പലോടിങ്ങ് പോന്നു. ഞാൻ നിർത്തിപ്പെട്ട് പോകുന്നതാണ്, എൻ്റെ കർത്തവ്യം ഞാൻ ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈവണ്ണൻ രാമനോടോതി സുവർണൻ സുമഹാബലൻ, അല്ല ബലവാനായിരിക്കുന്ന ആ ഗരുഡൻ ആശ്ലേഷിച്ചു. അതിഞ്ഞിട്ട് യാത്രവാൻ ഇങ്ങനെ പോവുകയും ചെയ്തു എന്നാണ്. അപ്പോൾ രാമലക്ഷ്മണന്മാർ കഴിഞ്ഞേറ്റു. എല്ലാ മറ്റുള്ളവരുടെ നാഗാസ്ത്ര ബന്ധനം മുഴുവൻ അഴിഞ്ഞു. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്തു? പഴയ പോലെ അവർ ഉണർത്തെഴുന്നേറ്റു. ഉറക്കുന്നെഴുന്നേറ്റ പോലെ രഘുപുത്ര കടലൊഴിഞ്ഞു കണ്ടുക ഈശ്വരർ മൂർത്താ സിംഹനാദങ്ങൾ വീശിനാരങ്ങ് വാലുകളും കൊട്ടിയിടിനാർ വൻപറകൾ മൃദംഗങ്ങൾ മുഴക്കിനാർ. രാമലക്ഷ്മണന്മാർ രണ്ടുപേരും എഴുന്നേറ്റു. അതുകൊണ്ടോടുകൂടി നാഗാസ്ത്രബന്ധനത്തിൽ പെട്ടുപോയിരുന്ന ധാരാളം വാനരന്മാരുണ്ട്. അവരും എന്ത് ചെയ്യുന്നുണ്ട്? കാര്യമായിട്ട് നാഗാസ്ത്രം കൊണ്ട് ബന്ധിക്കാൻ ഇന്ദ്രജിത്ത് ശ്രമിച്ചത് രാമലക്ഷ്മണനെയാണ്. ഏതായാലും അവരെഴുന്നേറ്റു എന്ന് കണ്ടോട് കൂടിയിട്ട് വാനരന്മാർക്ക് വലിയ സന്തോഷമായി. അവർ ഗംഭീരമായ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി എന്ന് പറയാൻ. അപ്പോൾ രാവണനാകട്ടെ തൻ്റെ പുത്രൻ അവരൊക്കെ ജയിച്ചു കഴിഞ്ഞു. ഇനി സംശയത്തിനോ ആശങ്കയ്ക്കോ അവിടെ ഇല്ലാത്ത സ്വസ്ഥനായിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വാനരന്മാരുടെ ഈ വലിയ ഉത്സാഹമുള്ള ശബ്ദങ്ങളൊക്കെ കേട്ടത്. ഊക്കേറും ആ കുരങ്ങന്മാരാർക്കുന്നത് മുലസ്വനം രാക്ഷസന്മാരോടൊന്നിച്ചു കേട്ടുകൊണ്ട് രാവണൻ. അപ്പോൾ അവിടെ രാവണൻ അത്ഭുതമായി പരിഭ്രമം ഉണ്ടായി. അവരൊക്കെ ചത്തുപോയി എന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ ഇവരുടെ ഈ ബഹളമൊക്കെ കേട്ടിട്ട് വാനരന്മാരയച്ചു. അവർ നോക്കിയപ്പോൾ എന്താണ് മനസ്സിലായി, രാമലക്ഷ്മണന്മാരുടെ ഈ നാഗാസ്ത്രബന്ധനം കഴിഞ്ഞിരിക്കുന്നു. അതിനെപ്പറ്റി രാവണൻ അത്ഭുതപ്പെട്ടു. ആരാണ് യഥാർത്ഥത്തിൽ ആർക്കും തൻ്റെ പുത്രൻ ഉണ്ടാക്കിയ ഈ ബന്ധനം ഇല്ലാതാക്കാൻ കഴിയില്ല. കാണാകുന്നു ശരക്കെട്ടു വിഷ്ടോരായി പോറതിലെത്തവർ കയറ് പൊട്ടിച്ച രണ്ടാന പോലെ ഹസ്തീന്ദ്ര വിക്രമൻ. രാവണൻ പറയാണ്, കയറ് പൊട്ടിച്ച ആനകളെ പോലെ അവർ ഈ ബന്ധനത്തെ ഒഴിവായിരിക്കും. ആരാണ് ഇതൊക്കെ ചെയ്തത്? ഇനിയിപ്പോൾ രണ്ടാമത് യുദ്ധം തുടങ്ങിയ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് ധൂമ്രാക്ഷൻ എന്ന് പറയുന്ന രാക്ഷസനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്നിട്ട് പെരുനിശാട പടയോടി ഇളചേർന്ന് ഉഗ്രവിക്രമ, ഉഗ്രവിക്രമനായവനെ നീ ധാരാളം രാക്ഷസന്മാരെ കൂട്ടിയിട്ട് യുദ്ധം ചെയ്യൂ, ആ രാമലക്ഷ്മണന്മാരെ വധിക്കൂ എന്നാവശ്യപ്പെട്ടു. ഇനി കുറേ അധ്യായം നമ്മളിങ്ങനെ ഓരോ ആൾ രാവണൻ്റെ നിർദ്ദേശപ്രകാരം ഈ വാനര സൈന്യത്തെയും രാമനെയും എതിർക്കാൻ പോകുന്നു. അവരൊക്കെ വധിക്കപ്പെടുന്നതാണ് തുടർച്ചയായിട്ട് വർണ്ണിക്കുന്നത്. അത് ധൂമ്രാക്ഷൻ. ഇങ്ങനെ ഓരോ ആൾ ഇപ്പം ധൂമ്രാക്ഷനും പോവാണ്. അത് അദ്ദേഹം ഓരോരോ അധ്യായം കഴിയുമ്പോൾ ഇവരൊക്കെ വധിക്കപ്പെടുകയും ചെയ്യും. വധിക്കപ്പെട്ടു കഴിഞ്ഞാൽ വേറൊരാളായിരിക്കും. ഈ ഒരു സ്ഥിതിയാണ് ഇനി യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഈ യുദ്ധകാണ്ഡത്തിൽ 110-ാമത്തെ സർഗം വരെ ഇങ്ങനെ കാണുക ചെയ്യാം. അതൊന്നും വളരെ വിസ്തരിക്കേണ്ട കാര്യമില്ല. യുദ്ധത്തിൻ്റെ ഗതിക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. കാരണം യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന രണ്ട് കൂട്ടർ ഉപയോഗിക്കുന്ന ആയുധങ്ങളൊക്കെ ഏറെക്കുറെ ഒരുപോലെയാണ്. രാക്ഷസന്മാരും രാമനൊക്കെ വ്യത്യസ്തങ്ങളായ ദിവ്യങ്ങളായ അസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. വാനരന്മാർ കല്ലും മരവും പാറക്കെട്ടുകളൊക്കെ എടുത്തിട്ട് യുദ്ധം ചെയ്യുന്നു. ഇങ്ങനെ ആവർത്തിക്കുക ചെയ്യാന്നർത്ഥം. ഏതായാലും ധൂമ്രാക്ഷനാണ് ഇപ്പോൾ പുറപ്പെട്ടത്. ചെന്നായ സിംഹമുഖരാം പൊന്നണിഞ്ഞ കരങ്ങളെ, ചെന്നായയുടെ മുഖക്കുള്ളതായ കഴുതകളെ പൂട്ടി നേരിലാണ് പുറപ്പെട്ടത്. പുറപ്പെട്ട് പോകുന്ന സമയത്ത് ധാരാളം ദുർനിമിത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ദുർനിമിത്തങ്ങളൊന്നും വകവെക്കാതാണ് അവർ പോയതെന്നൊക്കെയാണ്. കാണായ ദുർനിമിത്തത്താൽ ധൂമ്രാക്ഷനാണ് നേടിനാൻ. ഉള്ളിൽ ചില ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു ധൂമ്രാക്ഷന്. എന്നാലും അന്നില്ലാതെ യുദ്ധത്തിനായിരുന്നു. അവിടെ തന്നെ തുടങ്ങി തുമുലൻ യുദ്ധം. ആ കീശര ആശരഥങ്ങളിൽ വാനരന്മാരും രാക്ഷസന്മാരും തമ്മിൽ യുദ്ധം തുടങ്ങി. അത് നേരത്തെ പറഞ്ഞ പോലെ ആവർത്തിക്കാമെന്നില്ല. അവർ പല മരങ്ങൾ എടുത്തെറിഞ്ഞു, കല്ലെടുത്തെറിഞ്ഞു. ഇദ്ദേഹമാകട്ടെ ഗത കൊണ്ടും വാളുകൊണ്ടും ശൂലം കൊണ്ടൊക്കെ യുദ്ധം ചെയ്തു. ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക അംഗദൻ ഒടുവിൽ ഈ ധൂമ്രാക്ഷനെ വധിച്ചു. അതേപോലെ ആളെ തേരെ കുടച്ചു കളഞ്ഞു. അതിനുശേഷം ഊക്കോടനും ഞാൻ ധൂമ്രാക്ഷൻ ഹനുമാൻ്റെ നിലയ്ക്കുവാൻ ഹനുമാൻ ഒപ്പിടേക്ക് വന്നു. ആ താടനങ്കണിക്കാതെ കാറ്റിൻ കൽപ്പുള്ള വാനരൻ. വായുപുത്രനാണല്ലോ ഹനുമാൻ. ആ വായുവിൽ വിലയുള്ളവനായ അവനെന്ത് ചെയ്തു?
വലിയ ഒരു ശൈലശൃംഗം എടുത്തിട്ട് അംഗദിനൊക്കെ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവസാനം ഹനുമാന്റെ ഏറുകൊണ്ടാണ് ഈ ധൂമ്രാക്ഷൻ വധിക്കപ്പെട്ടത്. ശൈലശൃംഗ പ്രഹാരത്താൽ സർവാംഗവും ഉടഞ്ഞവൻ പെട്ടെന്ന് വീണു വാർത്തട്ടിൽ തകർന്ന മല പോലവേ. ധൂമ്രാക്ഷ നിധനം കണ്ടു ചത്തുശേഷിച്ച രാക്ഷസർ. ഇങ്ങനെ ധൂമ്രാക്ഷനെ കൊന്നു കണ്ടപ്പോൾ തൽക്കാലം ബാക്കിയുള്ള രാക്ഷസന്മാരൊക്കെ ലങ്കയിലേക്ക് പിന്മാറി എന്ന് പറഞ്ഞിട്ടാണ് 52ാമത്തെ സർഗം കഴിഞ്ഞത്. ഇനി തുടർച്ചയായിട്ട് ഇതേപോലത്തെ വർണ്ണനകളാണ്. ഇനി ധൂമ്രാക്ഷ കഴിഞ്ഞാൽ വജ്രദംഷ്ട പ്രഹസ്തൻ, ഇങ്ങനെ ആളുകളുടെ പേര് മാറും. അതായത് രാക്ഷസന്മാർ മാറി മാറി വരികയാണ്. അവരെ കൊല്ലുന്നത് ചിലപ്പോൾ അംഗദനായിരിക്കാം, ചിലപ്പോൾ സുഗ്രീവനായിരിക്കാം, ചിലപ്പോൾ ഹനുമാനായിരിക്കാം, ചിലപ്പോൾ ജാമ്പവാനായിരിക്കാം, അല്ലെങ്കിൽ ദിവിതൻ മഹേന്ദ്രൻ മുതലായവരായിരിക്കാം. ഇത് വ്യത്യാസം മാത്രമേ ഇനി നമ്മൾ കുറേ സർഗങ്ങളിൽ നമുക്ക് കാണാനുള്ളൂ. എന്നാലും ഓരോന്നോരോന്നെ കാണാം. ഇപ്പോൾ ഈ സർഗത്തോടുകൂടി ധൂമ്രാക്ഷവധം കഴിഞ്ഞു. യുദ്ധകാലത്തിലെ 52 സർഗങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി തുടർച്ചയായുള്ള യുദ്ധങ്ങളൊക്കെ അടുത്ത പ്രഭാഷണത്തിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം.